ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്നലെ യാത്രയെല്ലാം ഒക്കെ ആയിരുന്നു. ഇന്ന് ചെറിയ യാത്രകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നാളെ അവിടെ ക്ലാസ് ഉണ്ട്. അതൊക്കെ ചെറിയ ചെറിയ പ്രത്യേക വിശേഷങ്ങളൊക്കെ അതൊക്കെയാണ് കേട്ടോ. പിന്നെ അടുത്ത ആഴ്ച വിശേഷം അടുത്ത ആഴ്ച പറയാം. ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയ സമയത്ത് വിശേഷങ്ങൾ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. നിങ്ങൾക്ക് സുഖമാണല്ലോ അല്ലേ? എല്ലാ ഞെരുക്കങ്ങളിലും കർത്താവിന്റെ കൃപയാൽ പിടിച്ചു നിൽക്കണം. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ വചനമില്ലേ, 90-ാം സങ്കീർത്തനത്തിലെ 17-ാം തിരുവചനം, ദയവായിട്ട് ആ പ്രാർത്ഥന ഒന്ന് പഠിക്കണം കേട്ടോ. അത് കുഞ്ഞുങ്ങളെ ആ വചനം പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. എൻ്റെ അച്ഛനെ കാണുമ്പോൾ ആ വചനം പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഹല്ലേലൂയ. അത് വലിയൊരു പ്രാർത്ഥന. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആ ഒരു കൃപ ഞങ്ങളുടെ മേലെ ഉണ്ടാകണമേ അല്ലേ. പിന്നെ പറയാ, കർത്താവ് ഞങ്ങളുടെ പ്രവർത്തികളൊക്കെ ഫലമണിയിക്കണം, ഒരു സ്ഥിരത തരണം. അതൊരു എല്ലാ ദിവസവും നമുക്ക് ഏത് വചനം ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതെല്ലാം ഓർത്തിരിക്കാം, ഒരു ഹാബിറ്റിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ഇന്ന് പ്രത്യേകിച്ച് വ്യാഴാഴ്ചയാണ്. എൻ്റെ മൊത്തം ഒരു സന്തോഷം കൂടുതലുണ്ടല്ലോ. അതിന് കാരണം ഒരു പ്രാർത്ഥന എനിക്ക് കിട്ടുന്ന ദിവസമാണല്ലോ. പ്രത്യേകം നന്ദി. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് എനിക്കൊക്കെ വലിയ ഉപകാരമാണ് കേട്ടോ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജ്ഞാനത്തെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് സത്യമായിട്ട് പറയാം. നിങ്ങളുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന ഇസ് വെരി ഒരുപാട് ഉപകാരപ്പെടുന്ന. വി ആർ ഗ്രേറ്റ്ഫുൾ ടു യു കേട്ടോ. നിങ്ങളുടെ ഭയങ്കരമായ സ്നേഹവും നന്ദിയൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈസ്തല. ഇതൊന്നും പറഞ്ഞ് സോപ്പിട്ടതല്ല, സത്യമായിട്ടുണ്ട്. ഒരു നന്മ പറഞ്ഞ ചൊല്ലി ഞാൻ ചില നിയോഗങ്ങളെ മനസ്സിൽ വെക്കാണ്. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യേശയ്യാ പ്രവചനത്തിൽ 22-ാമത്തെ അധ്യായത്തിന്റെ 11-ാം തിരുവചനമാണ്. നമുക്ക് വായിച്ചയ ചാപ്റ്റർ 22 വേഴ്സ് 11. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്നുള്ളതാണ്. അതിന്റെ വചനത്തിന്റെ ഒരു മുഴുവൻ വലിയ വചനമാണ്. അതിന്റെ പകുതി മുതൽ ബി ഭാഗം ഞാൻ ആദ്യം പറഞ്ഞിട്ട് അതിന്റെ ആദ്യ ഭാഗം പറയാം. അതിന് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഇതെല്ലാം ചെയ്തവന്റെ നേരെ നീ തിരിയുകയോ, പണ്ടേ തന്നെ ഇതെല്ലാം ആസൂത്രണം ചെയ്തവനെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, വാസ്തവത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഇനി എന്റെ ഒരു കോണ്ടക്സ്റ്റ്, അതിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന വചനം ഇങ്ങനെയാണ്. അതായത് പിന്നെ ഈ ഒരു മുകളിൽ കിടക്കുന്ന 2-3 വചനങ്ങൾ പറയും. ഒന്ന്, ഇനി ജെറുസലേമിലെ അല്ലെങ്കിൽ അവിടുത്തെ വീടുകളെല്ലാം എന്നെ തിട്ടപ്പെടുത്തി. പിന്നെ ദാവീദിന്റെ കോട്ടയിൽ ഏറെ പിളർപ്പ് കണ്ടു. അപ്പൊ അവിടെ നീ പിന്നെ അതായത് ഒരു ജലസംഭരണി നിർമ്മിച്ചു. പിന്നെ ഇങ്ങനെയാണ്, ഈ താഴത്തെ കുളത്തിൽ ജലം ശേഖരിക്കാൻ വേണ്ടി 2 മതിലുകൾക്കിടയിൽ നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു. ഇങ്ങനത്തെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്, ആ വ്യക്തിയെക്കുറിച്ച് പറയുക. കർത്താവ് പറയുന്നതായിട്ട് പറയുക, ഇതൊക്കെ നീ ചെയ്തു, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നിനക്ക് വേണ്ടി ചെയ്ത ഒരാളുണ്ട്. മനസ്സിലാകുന്നു? ഇതെല്ലാം ചെയ്തവന്റെ നേരെ നീ ഒന്ന് തിരിയുകയോ, ഇതെല്ലാം പണ്ടേ തന്നെ നിന്നിലൂടെ ചെയ്യാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരാളുണ്ട്, അയാളുടെ നേരെ ഒന്ന് പരിഗണിക്കുകയോ ചെയ്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ഒരു ഫീലിംഗിന്റെ പുറത്ത് ചിലന്ന് പറഞ്ഞ ചില സാധനങ്ങൾ ഉണ്ട് അല്ലേ. ഞാനിങ്ങനെ ഒരാളുണ്ട്, നിനക്കൊന്നും ഓർക്കാൻ പറ്റിയില്ല, ഇതെല്ലാം ചെയ്ത് തന്നത് അല്ലേ, എന്നിട്ട് നീ നന്ദി പറഞ്ഞപ്പോ ഒന്നും ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഒരു ഫീലിങ്സിന്റെ പുറത്ത് ചില കാരണവന്മാരല്ലെങ്കിൽ ഇതെല്ലാം ശരിക്കും വർക്കൗട്ട് ചെയ്തവനെ അങ്ങ് അനുസ്മരിച്ചില്ല, പുറകെ ഓടി നടന്നവനെ, എല്ലാം വലിയ ആളായി നടന്നവരെയൊക്കെ ഭയങ്കര അനുസ്മരിച്ചു. ഇതെല്ലാം കിടന്ന് ചത്ത് പണിയെടുത്ത ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയ വാസ്തവത്തില് ബൈബിളില് ഇത് ദൈവത്തിന്റെ ഒരു ഫീലിംഗ് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ആ വചനം നമ്മൾ എടുക്കേണ്ടത്. മനുഷ്യൻ മനസ്സിലാകാവുന്ന രീതിയിൽ ഒരു കാര്യം ബൈബിളിൽ എഴുതുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു ദൗത്യമായിട്ടാണ്. സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യേശയ്യാ 26:12 എന്താ? യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ അങ്ങാണല്ലോ ചെയ്യും. എന്തൊക്കെ പണ്ടേ പറഞ്ഞ വചനം, ഇനി പണ്ട് പറഞ്ഞ വചനം കണക്ട് ചെയ്യാൻ വേണ്ടി പോവാം. എഫേസ്യസ് 2:10 എന്താ? നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു സൃഷ്ടിക്കപ്പെട്ടവരാണ്. സത്യത്തിൽ നമ്മൾ ഇന്നേ വരെ ചെയ്തിരിക്കുന്ന നല്ല പ്രവർത്തികൾ ആര് ചെയ്തതാ? ഈശോ നമുക്ക് വേണ്ടി ചെയ്തതാ, നമ്മളിലൂടെ ചെയ്തതാ. ചെയ്യാനിരിക്കുന്ന നന്മപ്രതി ഒരുപാടുണ്ട്. അത് ഈശോ എല്ലാം ഇങ്ങനെ പറയുകയും ചെയ്ത് പ്ലാൻ ചെയ്ത് കറക്റ്റാക്കി വെച്ചിരിക്കുക. ഇനി കർത്താവ് ഫിലിപ്പി 4 അല്ലെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല അല്ലെ. ഇതേതൊരു വചനമാണ്. യോഹന്നാൻ 15:5 നിങ്ങൾക്കറിയാം. അവനെന്താ പഠിപ്പിക്കുന്നത്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കും. മറ്റേത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തേത്. ഇവിടെ പറഞ്ഞ എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല, ഒരു സ്ഥലത്ത് ഒന്നും എല്ലാം. അത് യോഹന്നാൻ 15:5. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തില്
ഇതെല്ലാം ഈ വീഡിയോ എടുക്കുന്നത് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആരാ ചെയ്യുന്നത്? ഈശോ തന്റെ പ്രവർത്തികൾ ചെയ്യുക. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആശീർവാദം കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ എന്തെങ്കിലും കൊണ്ടാണോ ഈ നന്മ ഉണ്ടാകുന്നല്ലോ? ഈശോ അല്ലേ, ഈശോയുടെ കരുണ കൊണ്ടുണ്ടാകുന്ന സംഗതിയല്ലേ. അല്ലെ നമുക്ക് ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ പറ്റുമോ? രോഗം മാറ്റം ഒന്നുമില്ല ഈശോ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തവനെ എന്റെ നേരെ തിരിയണം. അതാണ് ഏത് നന്മയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈശോയെ ഒരുപാട് നന്ദി കേട്ടോ, അല്ലേ, ഒരുപാട് ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല നിങ്ങളുടെ നാമത്തിനാണ് മഹത്വം ഉണ്ടാകുന്ന 115 സങ്കീർത്തനം 1 വചനം പോലെ നന്ദി പറയാം എല്ലാത്തിനും. എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് തിരിയേണ്ടത് ഈ ചെയ്തു വെച്ചിരിക്കുന്ന സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അല്ലെങ്കിൽ അതുണ്ടാക്കി, ഇതെല്ലാം ചെയ്ത് സൂപ്പർ അല്ലേ, നമുക്കൊരു ആത്മസംതൃപ്തിയോടുകൂടി നമ്മുടെ നോട്ടം ഉണ്ടല്ലോ, അങ്ങോട്ടല്ല തിരിയേണ്ടത്. നിന്റെ മനസ്സ്, നിന്റെ ശരീരം, നിന്റെ ആത്മാവ്, നിന്റെ ഹൃദയം, നിന്റെ നന്ദി അറിയാതെ നിന്റെ ഹൃദയ ഈശോയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞാണ്. നമുക്ക് പലപ്പോഴും ഈ നടന്നുപോയ ജൂബിലി, നടന്നുപോയ പരിപാടികള് ഇതൊക്കെ ചെയ്ത് ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഭയങ്കര ഹരം കൊള്ളുമല്ലേ, അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ പറയുന്ന സമയം കുറയും. അതുകൊണ്ട് അവസാനിപ്പിച്ചേക്കാം. താങ്ക് യു കേട്ടോ. കുഞ്ഞുങ്ങളെ താങ്ക് യു ഒക്കെ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കണ്ട. കുഞ്ഞുങ്ങളുടെ ടോക്ക് വിട്ടുപോകല്ലോ. വേവാ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം വിശുദ്ധന്റെ പ്രത്യേക മധ്യസ്ഥതയാണ്, വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാണ്. കർത്താവായ ദൈവരെല്ലാം പ്രത്യേകം ആശീർവദിക്കുകയാണ്. കർത്താവായ ദൈവമേ, യഥാർത്ഥത്തിൽ കർത്താവ് ഞാനിങ്ങനെ ആശീർവാദം കൊടുക്കുമ്പോഴും പറയുന്നത് യഥാർത്ഥ അങ്ങാണല്ലോ ചെയ്യുന്നത്. കർത്താവ് ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ശല്യങ്ങൾ, ദുഷ്ടാരികളും പൈശാചിക ഗുണങ്ങൾ, ശല്യങ്ങൾ, ബാധകൾ, ഭൂതങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ജാതിപ ഏശ 22:11 പറഞ്ഞിരിക്കുന്ന ഒരു അപകടം ഞങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതെ എപ്പോഴും എന്ത് നന്മയും ഏത് കാര്യം ചെയ്യാൻ അറിയാതെ മനസ്സ്, ഹൃദയം, ആത്മാവ് ഈശോയിലേക്ക് തിരിയുന്ന ഒരവസ്ഥ വരട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കും. നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.